രേവതി കുട്ടിയോട് സങ്കടത്തോടെ യാത്ര പറഞ്ഞ് രോഹിത്. അങ്ങനെ നമുക്ക് മഴതോരും മുംബൈയിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഗംഗേട്ടനാണെങ്കിൽ വൈജയോട് ലാസ്റ്റായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അതായത്, വൈജയന്തി, നിൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നിനക്ക് മാറാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. നിനക്കും അലീനയ്ക്കും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നതല്ലേ ഉത്തമമെന്ന് ചോദിക്കുന്നു. അത് കേട്ട വൈജയന്തിയാണെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല, താൻ ഒരിക്കലും ബാലചന്ദ്രൻ്റെ കൂടെ അലീനയെയോ അലീനയുള്ള വീട്ടിലേക്കോ പോവാൻ ഒരുക്കമല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൾ പോകാതെ ഞാൻ അങ്ങോട്ട് പോവില്ല, അവിടേക്ക് എത്തില്ല, ചെല്ലില്ല എന്നൊക്കെ പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, വൈജയന്തി, നീ ഈ എടുക്കുന്ന തീരുമാനം നിൻ്റെ ഭാവി തലമുറയെയാണ് ബാധിക്കാനായിട്ട് പോകുന്നത്. കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ നീ നേരിടേണ്ടി വരും നിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് കാണാം. എന്ത് പ്രയാസം, എന്ത് ബുദ്ധിമുട്ട്, എന്തൊക്കെ വന്നാലും ഞാൻ ഒരിക്കലും തളരില്ല ഗംഗേട്ട. അവൾ ഉള്ള വീട്ടിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരമാ പറയുന്നത്, നിൻ്റെ തലയിൽ എന്താ കയറാത്തത്, നീ എന്താ ചിന്തിക്കാത്തത് എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ചിന്തിച്ച് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. ഇവിടെ വേദനയോടെ രേവതിക്കുട്ടിയോട് യാത്ര പറയുന്ന രോഹിത്തിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. രോഹിത്ത് പോരുന്നത് രേവതിക്കുട്ടിക്ക് ഒരു വേദനയാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്